അവിവാഹിതരായ യുവതീ യുവാക്കളുടെ ശ്രദ്ധയ്ക്ക് അഫ്കാറ്റ് പരീക്ഷയ്ക്കുള്ള ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. അഫ്കാറ്റ് പരീക്ഷ എന്നാൽ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റാണ്. ഈ എൻട്രൻസ് പരീക്ഷ പാസ്സായി ഒരു SSB ഇൻ്റർവ്യൂവും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യൻ എയർഫോഴ്സിലെ ഓഫീസർ പോസ്റ്റിലെത്താം. ഓഫീസർ പോസ്റ്റ് വരുന്നത് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലുണ്ട്, ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കലുണ്ട്, ഫ്ലൈയിങ് ബാഞ്ചുണ്ട്. ഈ എല്ലാ സെക്ഷനുകളും ഓഫീസർ കാഡറിലുള്ള പോസ്റ്റുകളാണ്. ഇതിനെത്താനായിട്ട് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ അഫ്കാറ്റ് പരീക്ഷയും SSB ഇൻ്റർവ്യൂവും കഴിഞ്ഞാൽ എത്തിച്ചേരാൻ സാധിക്കും. ഇതിൽ ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന കുട്ടികളുടെ പ്രായം 24 താഴെ ആയിരിക്കണം. ഈ ഗ്രൗണ്ട് ഡ്യൂട്ടി ആണെന്നുണ്ടെങ്കിൽ 26 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ NCC സ്പെഷ്യൽ എൻട്രി ഫ്ലൈയിങ് സെക്ഷനിലേക്കുള്ള ആപ്ലിക്കേഷൻ കൂടെ എയർഫോഴ്സ് ക്ഷണിച്ചിട്ടുണ്ട്. NCC C സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സായ എയർഫോഴ്സ് കേഡറ്റുകൾക്കാണ് ഈ ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. അതിന് അവർക്ക് ഇൻ്റർവ്യൂ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, SSB ഇൻ്റർവ്യൂ മാത്രം. അല്ലാതെയുള്ള കാൻഡിഡേറ്റ്സ് അവർ ഡിഗ്രിക്കാരാണെങ്കിൽ, നോർമൽ ഡിഗ്രിയൊക്കെ ആണെങ്കിൽ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്കും, BTech പോലെയുള്ളതാണെങ്കിൽ ടെക്നിക്കൽ സെക്ഷനിലേക്കോ ഫ്ലൈയിങ് സെക്ഷനിലേക്കോ ഒക്കെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. ഇതിൻ്റെ എല്ലാ വിശദവിവരങ്ങൾ അറിയാൻ നമ്മൾ https://afcat.edcil.co.in എന്ന് പറയുന്ന ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ വെബ്സൈറ്റിൽ കയറിയാൽ മതി. അപ്പോൾ ശ്രദ്ധിക്കുക, ഗ്രൗണ്ട് ഡ്യൂട്ടിക്ക് 26 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും, അതുപോലെ ഫ്ലൈയിങ് ബ്രാഞ്ച് 24 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, അവർ അവിവാഹിതരായിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർ ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതി ഡിസംബർ 9 ആണ്. ഡിസംബർ 9 മുമ്പ് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം. അഫ്കാറ്റ് എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ മാത്സിൽ നിന്നും റീസണിങ്ങിൽ നിന്നുമാണ് വരുന്നത്. പിന്നെ ഇംഗ്ലീഷും കൂടെ ഉണ്ടായിരിക്കും, കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ റീസണിങ് കൊടുക്കുന്ന മാത്സും റീസണിങ്ങും എല്ലാം ശരിക്ക് 10th ബേസ് സിലബസ് ആണ്. പക്ഷേ അത് ഡിഗ്രി ഓഫ് ദ ഡിഫിക്കൽട്ടി ഓഫ് ദി ക്വസ്റ്റ്യൻസ് ഡിഗ്രി ലെവലായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത് വിജയിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ SSB ഇൻ്റർവ്യൂ 5 ദിവസം നീണ്ടു നിൽക്കുന്ന SSB ഇൻ്റർവ്യൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയർഫോഴ്സിൽ ഓഫീസർ പോസ്റ്റിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് വേക്കൻസിക്ക് അനുസരിച്ച് വിളിക്കുന്നതായിരിക്കും.